എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദഹി വടയാണ്, അല്ലെങ്കിൽ തൈര് വട എന്നൊക്കെ പറയും. ഞാനിപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നമുക്കതിനായിട്ട് ഉഴുന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഉഴുന്ന് ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണം, നന്നായി കഴുകി. ഞാനിത് ഇന്നലെ വൈകിട്ട് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് അരച്ചെടുക്കണം, അധികം വെള്ളമില്ലാതെ. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ്: ജീരകം വേണം, 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇത്രയും കൂടെ കൂടി അധികം വെള്ളം ഒഴിക്കാതെ ഇത് മിക്സിയിൽ അരച്ചെടുക്കണം. ഒത്തിരി നീണ്ടു പോകാതെ അരയ്ക്കണം. നല്ല അരച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. ഇത്രയും ജസ്റ്റ് നെകക്കി ഒഴിക്കേണ്ട, അതിൻ്റെ താഴെ നിൽക്കുന്ന പോലെ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് മുറിച്ചതും ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അതും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ അരച്ച് കാണിക്കാം. ഈ പരുവത്തിൽ ഇത് അരച്ചെടുക്കണം. ഒരുമിച്ച് അരയ്ക്കാനായിട്ട് മിക്സിക്കകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2ആയിട്ടിട്ട് അരച്ചെടുത്താലും മതി. ബട്ട് ഇതിലും കൂടുതൽ വെള്ളമാകരുത്. ഇതാണ് അതിൻ്റെ കണക്ക്. ഓക്കെ, ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കിടാം. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ, സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കുവാണെങ്കിൽ വട ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. വട ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് മുന്നേ നമുക്ക് ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ അത് ഒത്തിരി ലൂസായി പോകും. നമുക്കിതൊരു 10 മിനിറ്റ് നേരം അത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ദഹിവടയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് 2 ചട്നി ഉണ്ടാക്കണം. അത് ഒരു ചട്നി പുളിയുടെ ചട്നി, പുളിയും നമ്മുടെ ഡേറ്റ്സും ശർക്കരയും കൂടെ കൂടിയുള്ളൊരു ചട്നി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ പുളി നന്നായിട്ട് കുതിർക്കണം. നമ്മുടെ വാളൻ പുളി, കുരുവില്ലാത്ത വാളൻ പുളി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ആ കൂടെ തന്നെ ഒരു 4-5 ഡേറ്റ്സ്, പിന്നെ ഒരു കഷ്ണം ശർക്കര, അത് ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ബോയിൽ ചെയ്ത് അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളിയും ഡേറ്റ്സും ശർക്കരയും തിളപ്പിച്ചിട്ട് മിക്സിയിൽ അരച്ചു. എന്നിട്ട് അതൊരു അരിപ്പയിൽ അരിച്ചെടുത്തതാണ് ഇത്. ഇനി ഇത് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകവും പിന്നെ ഒരു 1/4 ടീസ്പൂൺ റോക്ക് സോൾട്ടും അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇച്ചിരി ലൂസാണ്, ഒരു ശകലം കൂടെ കുറുകിയിരിക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറുകിയിട്ടുള്ളൂ. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ദഹിവടയ്ക്ക് നമ്മൾ അല്പം ഉപയോഗിക്കുകയുള്ളൂ. കൂടുതലുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പുളിയുടെ ചട്നി കുറേ ദിവസം ഇരിക്കും. പക്ഷേ ഗ്രീൻ ചട്നി കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിപ്പോകും. അത് അധികം ദിവസം ഇരിക്കില്ല. ബട്ട് ഇത് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രീൻ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. നമുക്കതിനായിട്ട് വേണ്ടത് മല്ലിയില വേണം. എന്തായാലും വേണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിപ്പോൾ ഒരു ബഞ്ച് ഓഫ് മല്ലിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു 10 ഗ്രാം ഇഞ്ചി, പിന്നെ ഒരു ബഞ്ച് ഓഫ് പുതിനയില. എല്ലാം കൂടി നന്നായിട്ട് കഴുകി ഒരു ബ്ലെൻഡറിലേക്ക് ഇടുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 1/2 നാരങ്ങയുടെ നീരെടുത്തതും, ചെറിയ നാരങ്ങയാണെങ്കിൽ ഫുൾ നീരെടുക്കാം, പിന്നെ ഉപ്പും അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കുറച്ച് ഐസ് കോൾഡ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ച കളറ് നാരങ്ങയും ഈ തണുത്ത വെള്ളം കൂടി ഒഴിക്കുമ്പോൾ പച്ച കളർ അരച്ച് കഴിയുമ്പോഴും പച്ച കളർ അങ്ങനെ തന്നെ നിന്നോളും. ഒരു അല്പം ഒരു 2-3 സ്പൂണ്
ഐസ് കോൾഡ് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. തണുത്ത വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രീൻ കളറ് ഇങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ആ കൂടെ നാരങ്ങയും ഇത് രണ്ടും ചേർക്കുമ്പോഴാണ് ഈ ഗ്രീൻ കളർ നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് ജീരകം പൊടിച്ച് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. അല്പം വളരെ വളരെ കുറച്ച് മതി. അപ്പം നമ്മുടെ രുചികരമായ ഗ്രീൻ ചട്നി ഇവിടെ റെഡിയാണ്. ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് തൈര്. ഈ തൈര് അധികം പുളിയില്ലാത്തതാണ്. ഞാനിത് മേടിച്ച തൈരാണ്, വീട്ടിലുണ്ടാക്കിയതല്ല. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് അല്പം ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് അടിച്ചെടുക്കാം. ഇത് ഇത്തിരി കട്ടി കൂടുതലാണ്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ നന്നായി ഇളക്കി ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് നമുക്കിത് വറുത്തെടുക്കാം. ഇത് വറുക്കുന്നതിനായി ഞാൻ ഒരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കാം. അല്ലെങ്കിൽ ഈ വട വറുത്തെടുക്കുമ്പോൾ വടയുടെ പുറം സൈഡും ബ്രൗൺ ആവുകയും ചെയ്യും, അകം ശരിക്കും വേഗത്തുമില്ല. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരല്പം വട പരന്നിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂണിൽ ഇങ്ങനെ ഇടുന്നത്. പിന്നെ നമുക്ക് സെയിം സൈസിലും കിട്ടും, നമുക്കറിയാൻ പറ്റും എന്തേരെയാ ഇടുന്നതെന്ന്. ഒരു 1/2 ടേബിൾ സ്പൂൺ മാവ് വെച്ചാണ് ഇടുന്നത്. ദഹി വട എളുപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ടെക്നിക്കും കൂടെ ഉണ്ട്. വട ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ സിപ്പ് ലോക്കറിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വട കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് അങ്ങനെ ഉള്ളപ്പം അത് വെളിയിലെടുത്ത് കുറച്ച് നോർമൽ ടെമ്പറേച്ചറിൽ വന്നു കഴിയുമ്പം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്ക്വാം വാട്ടറിലിട്ട് അത് വെക്കണം. എന്നിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കരിഞ്ഞു പോകരുത്. ഒരു മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിത് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു മീഡിയത്തിൽ തന്നെയാണ്, അതുകൊണ്ട് ഇച്ചിരി ടൈം എടുത്തേ ആകുള്ളൂ. അപ്പം അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നോളൂ. അകമൊക്കെ വേഗം പുറം മൊരിയുകയും ചെയ്യും. ഓരോ വശവും ബ്രൗൺ ആകുന്നതനുസരിച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആകുന്ന അതാണ് പരുവം. ഇത് കുറച്ചും കൂടി ആകണം, ആയിട്ടില്ല. ഇതൊരു 5-8 മിനിറ്റ് എടുക്കും ഇതായി വരാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് എടുത്ത് വയ്ക്കാം. ബാക്കി വടകളും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് ലൂക്ക്വാം വാട്ടർ എടുത്ത് വെക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വടകൾ ചൂടാറുന്നതിന് മുമ്പ് ഈ വെള്ളത്തിലേക്ക് ഇടണം. ഇത് ഇങ്ങനെ. ഓക്കെ, അതിനി അവിടെ ഒരു 5 മിനിറ്റ് അവിടെ കിടക്കട്ടെ. ഈ വടയിട്ട് വെക്കുന്ന വെള്ളം ഒത്തിരി ചൂട് കാണരുത്. ഒരു റൂം ടെമ്പറേച്ചറിനെ കഴിഞ്ഞ് അല്പം കൂടെ കൂടി, അതായത് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ചൂട് കാണും, അത്രയും മാത്രമേ ആകാവുള്ളൂ. നമുക്ക് ഈ വെള്ളത്തിലിട്ട വടകൾ ഇനി നമുക്ക് എടുക്കാം. നമ്മൾ ഇത് വടകൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ കൈയുടെ വെള്ളയിൽ വെച്ച് പതുക്കെ ഒന്ന് അമർത്തുക. അപ്പം നമ്മുടെ ഇവിടെ എല്ലാ സാധനങ്ങളും തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മളിത് 4 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കിയത്. ആദ്യം നമ്മൾ വടയ്ക്കുള്ള സാധനങ്ങൾ വട ഉണ്ടാക്കി അത്
വെള്ളത്തിലൊക്കെ ഇട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പുളിയുടെ ചട്നി ഉണ്ടാക്കി, പുളി ആൻഡ് ഡേറ്റ്സിൻ്റെ. പിന്നെ നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടാക്കി, മല്ലിയിലയും പുതിനയിലയും ഇട്ട്. പിന്നെ തൈര് അല്പം ഉപ്പും പഞ്ചസാരയും ഇട്ട് നന്നായി ബീറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്. ഇത് തണുത്ത് കഴിക്കുന്നതാണ് നല്ലത്. അത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് കഴിക്കാൻ നേരത്ത് ഇതെടുക്കുന്നത്, ഇതെങ്ങനെയാണ് പ്ലേറ്റ് ചെയ്തതെന്ന് നോക്കാം. അതിനായി അല്പം കുഴിവുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മുഴുത്ത വടയായതുകൊണ്ട് 2 വടയുടെ ആവശ്യമുള്ളൂ. 2 അല്ലെങ്കിൽ 3 എണ്ണം, അതിൽ കൂടുതൽ ഇത് കഴിക്കാൻ പറ്റുമല്ല. ഇങ്ങനെ വട കുഴിവുള്ളൊരു പാത്രത്തിലെടുത്ത് വെച്ച ശേഷം മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കണം. ഇത് കഴിക്കുന്ന സമയത്തേ ഉള്ളൂ നമ്മൾ ഈ തൈര് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വടയെല്ലാം കൂടി കുതിർന്നപ്പൊടി മെഷിയായി പോകും. അത് കാരണം ഇത്രയെല്ലാം തയ്യാറാക്കി വെച്ച് കഴിക്കുന്ന സമയമാകുമ്പോൾ മാത്രം നമുക്ക് പ്ലേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തമരിന്ദ് ചട്നി ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ, 1 സ്പൂണിൽ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തത് ഗ്രീൻ ചട്നി. പിന്നെ അല്പം ഒരു പിഞ്ച്, അത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇടണം, മുളക് പൊടി. പിന്നെ അല്പം ക്യുമിൻ സീഡ്. പിന്നെ അല്പം റോക്ക് സോൾട്ട്. എല്ലാം ഒരു പിഞ്ച് കൈകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അതിന് ശേഷം അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഇടുക. വളരെ രുചികരമായ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള തൈര് വട അല്ലെങ്കിൽ ദഹി വട തയ്യാറായിട്ടുണ്ട്. ഇച്ചിരി ഒരു പ്ലാൻ ചെയ്യുവാണെങ്കിൽ വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന, വളരെ എളുപ്പമായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്നെ കമൻറ്റുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.